ആമസോൺ നദിയിലൂടെ ധാന്യ കയറ്റുമതി പദ്ധതിയിട്ട് ബ്രസീൽ. ആഗോള ധാന്യ വ്യാപാരത്തിൽ ബ്രസീലിയൻ മേധാവിത്വം ഉറപ്പിക്കുന്നതാണ് പുതിയ നീക്കം. അരഗ്വായ ടൊക്കാൻഡിൽ നദീപാത നിർമ്മിക്കാൻ ബ്രസീൽ ഭരണകൂടം തയ്യാറെടുക്കുകയാണ്. ഇതുവഴി ആമസോൺ നദീതീരത്തിലൂടെ സോയാബീനും മറ്റ് ധാന്യ കയറ്റുമതിയും ചെയ്യുന്നതിനുള്ള മാർഗമാണ് ബ്രസീലിന് മുന്നിൽ തുറക്കുന്നത്. പുതിയ ജലപാത ചരക്ക് ചെലവ് കുറയ്ക്കും. ധാന്യ വ്യാപാരത്തിൽ ബ്രസീലിയൻ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യും. അതേസമയം നദീതീരത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കണമെന്നാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പദ്ധതിക്കെതിരെ ഉന്നയിക്കുന്ന വാദം. ആമസോണിനെ ഒരു ആഗോള ധാന്യപാതയാക്കാനുള്ള $7.3 ബില്യൺ പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 35 കിലോമീറ്ററാണ് ജലപാത നിർമ്മിക്കുക. ആമസോൺ നദീതീരത്തിലെ ഒരു പ്രധാന ഭാഗമാണ് അരഗ്വായ ടൊക്കാൻഡിൽ. ഈ നദിക്കരയിലൂടെ എല്ലാ വർഷവും ഏകദേശം 20 ദശലക്ഷം മെട്രിക് ടൺ ധാന്യവും സോയാബീനും വടക്കൻ നദീതീരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബ്രസീൽ സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇത് ദീർഘവും മലിനീകരണമുക്തവുമായ ട്രക്ക് യാത്രകൾ കുറയ്ക്കും.